എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ അടുത്തിടെയായിട്ട് മോന് ശ്രീകണ്ഠൻ നായർ സാറുമായിട്ടുള്ള ഇൻട്രാക്റ്റിൽ പങ്കെടുക്കാൻ ഒരവസരം ലഭിക്കുകയുണ്ടായി. അതിനെല്ലാ ഗുരുക്കന്മാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് കേട്ടോ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മോൻ്റെ കോളേജിനെ പ്രതിനിധീകരിച്ച് അവനായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരാളായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ അവൻ്റെ ഓരോ ടീച്ചേഴ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അതോടൊപ്പം തന്നെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ് അല്ലേ? ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നതിനെക്കുറിച്ചായിരുന്നു കേട്ടോ അവിടെ ചർച്ച നടക്കേണ്ടായിരുന്നത്. അപ്പോൾ ഈ അടുത്തിടെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഒരു കുട്ടി MBBS പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അറിയാലോ കൂട്ടുകാർക്ക്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ധ്യാനം, യോഗ പോലെയുള്ളതൊക്കെ അഭ്യസിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ കൂട്ടുകാരോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മക്കളെ ഉറപ്പായിട്ടും കാണിക്കണം എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ ഇത് മോൻ ചോദിക്കുന്നതൊക്കെ. ഞാൻ വളരെ കുറച്ച് വീഡിയോയാണ് എടുത്തിട്ടുള്ളൂ. ഞാൻ കാണിച്ചായിരുന്നല്ലോ നേരത്തെ കുറച്ച് വീഡിയോ. അപ്പോൾ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം, അതുമല്ല 3-4 മണിക്കൂർ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് മൊത്തം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കുട്ടികളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു കേട്ടോ. എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു മോൻ്റെ ഒപ്പം. അത് കാരണം എനിക്കും അത് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുന്നത് നന്നായിരിക്കും. വളരെ കുറച്ച് ഭാഗമേ ഇതിലുള്ളൂ കേട്ടോ. ചില വെളിച്ചത്തിന് ചില സ്ഫുരണങ്ങൾ നമുക്കിപ്പോഴും കാണാം. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോകും. അല്ലെങ്കിൽ ഞാനിപ്പോൾ 10-41 വർഷമായി പടിമറ്റ് അവസാനിക്കുന്ന സമയം. കാരണം നമ്മൾ പല വഴികളിലൂടെ വരികയാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ വഴികളിൽ നമ്മൾ കാണാറുണ്ട്, ചിലൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മകനെ പോലും ചിലപ്പോൾ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വിശ്വാസ പ്രമാണമാണ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് പിടിച്ചു നടത്തുന്നത്. അത് നമ്മൾ അണിവിടെ വ്യതിചലിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ സോക്രട്ടീസിനോട് ഈ ഒരു കോടതി ഹെംലോക്ക് എന്ന് പറഞ്ഞൊരു വിഷം കഴിച്ച് മരിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് സോക്രട്ടീസിനോട് ഈ വിധിന്യായം പറയുന്ന ജഡ്ജി പറഞ്ഞു, നിങ്ങളിപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ശിക്ഷയിൽ കൊടുത്തിരിക്കാൻ. അപ്പോൾ അയാൾ പറഞ്ഞത്, മെന്നത് ജോലി ഐ ഷാൽ നെവർ മെൻ മൈ വേസ് ഈവൻ ഇഫ് ഐ ആം ടു ഡൈ 1000. 1000 കൊല്ലം മരിക്കേണ്ടി വന്നാലും എൻ്റെ ആശയങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാൻ തയ്യാറല്ല. നിങ്ങൾ വിധി പറയാമോ? അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ലോകത്തെ ആൾക്കാരെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മളെ ഇത് മനസ്സിലാക്കാത്ത വേറെ വഴി. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 8 മണിക്ക് എനിക്കൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതായത് എന്തെന്നറിയാമോ, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർച്ച ഉണ്ടാകുമ്പോൾ സമാന്തരമായിട്ട് ഒരു ഊടുവഴി കൂടെ വളരും. നമ്മുടെ മെയിൻ റോഡിലൂടെ പോവാണ്. ഇതൊരു ചെടിക്കുണ്ടാണ്. അപ്പോൾ ഈ ചെടിക്കുണ്ടി വീഴുമ്പോൾ റോഡെ നേരെ പോയി അവിടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് പണ്ടുള്ള കുട്ടികളെക്കാളും തിരിച്ചറിവുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവും. ഈ നാട്ടിലൊരു ജില്ലാ കളക്ടർ ആവണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ ലോകമറിയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആവണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു അഭിമാനം, ഒരു താല്പര്യം, ഒരു ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ ഉള്ള യാത്ര നിങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ ഈ യാത്രയിൽ നിങ്ങളെ മാറ്റി നിർത്താനും നിങ്ങളെ ചെടിക്കുമ്പിലേക്ക് തള്ളിയിടാനും ഈ സമൂഹത്തിൽ ഒരുപാട് ശക്തികളുണ്ടാവും, ഒരുപാട് ഫോഴ്സ് പ്രവർത്തിക്കും. എടാ ഇതാണ് നല്ലത് എന്നത് നിങ്ങൾ പോലും. കാര്യം നിങ്ങൾ നേരെ ദൂരെ ഒരു വെളിച്ചം കാണുന്നു. നിങ്ങൾക്ക് അവിടെ ഒരു IAS സയൻറ്റിസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ ആ സയൻറ്റിസ്റ്റ് ആകുമ്പോൾ നിങ്ങളെ മാടി പിടിക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ മാടി പിടിക്കുന്നതിൻ്റെ കാലം പിടിക്കാൻ എന്തുകൊണ്ടാണ് അവൻ്റെ കാലം പിടിക്കുന്നത് ഒരു തൊഴിൽ കൊടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് നടന്നു പോകും. എന്നിട്ട് രാത്രി പോയിട്ട് നിങ്ങൾ നമ്മുടെ നിദ്രാദേവി വരികയാണ്. കട്ടിലേ വന്ന് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നിദ്രാദേവി വാ 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 നിദ്രാദേവി നമ്മളെ ഉറക്കാൻ പറ്റും. പോയി അത് പോകാൻ ഉറക്കാം. ഈ ലോകത്തെക്കുറിച്ചൊന്നും ആലോചിക്കുക. നേരം വിളിക്കുമ്പോൾ പിന്നെ ആലോചിച്ചോ. ഓക്കെ അല്ലേ? താങ്ക് യു. സാർ, വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിത പ്രതിസന്ധികൾ എങ്ങനെ നേരിടാം എന്നുള്ളതിന് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായമാണ്? അതായത് എനിക്ക് പറയാം, നമ്മുടെ
നമുക്കറിയാം സൂയിസൈഡ് കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. നമുക്ക് ജീവിതം, നമ്മുടെ ഈ ജീവിതം അങ്ങനെ തിരിച്ചെടുത്ത് കളയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പക്ഷേ ചില ആളുകൾ വിചാരിക്കും, ചില കുട്ടികളൊക്കെ വിചാരിക്കും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിച്ചു കളയാം, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. നിങ്ങളെപ്പോഴും അറിയേണ്ട കാര്യം, നിങ്ങളങ്ങ് കടന്നു പോകുന്നു. പക്ഷേ ഒരു കുട്ടിയുടെ മരണം ഒരു വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതാന്ത്യം വരെ ആ മാതാപിതാക്കൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ സമാധാനം തേടിയെന്ന് പോയി, പക്ഷെ നിങ്ങളെ വളർത്തി വിട്ട് ഈ ലെവലൊക്കെ ആക്കിയ അമ്മമാരും അച്ഛന്മാരും. ഡോക്ടർ വന്ദന എന്ന് പറയുന്ന ഡോക്ടർ നിങ്ങൾക്കറിയാം, കടകര ഹോസ്പിറ്റലിൽ കൊലയിൽപ്പെട്ട. ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസം. വീട്ടിൽ പോയപ്പോൾ ഡോക്ടർ വന്ദനയുടെ എല്ലാ വസ്ത്രങ്ങളും എല്ലാം ഈ അമ്മ അടുക്കി മുടിച്ച് ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അവർ ജീവിക്കുന്നത് തന്നെ വന്ദനയോടുണ്ടെന്ന് പറഞ്ഞു. വേറൊരു ഹാലുസിനേഷനിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം എനിക്കറിയാം ആ അച്ഛനും അമ്മയ്ക്കും ജീവിതം അർത്ഥശൂന്യമാണ്. കാര്യം അവർക്ക് ആകെ ഉണ്ടായിരുന്ന മകളെയാണ് തരാതെ കൊലയിൽ. അപ്പം അവിടെ പോയി, അവളുടെയൊക്കെ അല്ലാത്ത തെറ്റിൽ അവിടെ പോയി. പക്ഷേ ഇപ്പോഴും ഈ പ്രായം ചെന്ന ഈ രണ്ടുപേര് അവൾ മകൾ എവിടെയും ടൂറ് പോയിരിക്കുകയാണെന്ന വിശ്വാസത്തിൽ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അവളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാത്തിരിക്കേണ്ട ഒരു വേദന കാണുന്ന നമുക്കുണ്ടാകും. നിങ്ങളെപ്പോഴും ഓർമ്മിച്ചോളണം, നിങ്ങളെല്ലാം അവസാനിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ഒന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത രണ്ട് കോമലകൾ വീട്ടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ട് കാണും. പിന്നെ അവർക്ക് ഒന്നുമില്ല, എല്ലാം പോയി, കംപ്ലീറ്റ് പോയി. ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരു ഭൗതിക നേട്ടമില്ലെന്ന് വിശ്വസിക്കുന്നത് ജനതയായിട്ട് അവർ മാറുക. അപ്പോൾ നമ്മൾ അവരെ കരയിക്കാനല്ലല്ലോ നമ്മൾ ഈ മണ്ണിൽ ജനിച്ചത്. അതുകൊണ്ട് എപ്പോഴും അമ്മമാർ നമ്മളെ തല്ലുമ്പോഴും പിതാക്കന്മാർ നമ്മളെ തല്ലുമ്പോഴും അധ്യാപകർ ചൂരിലെടുക്കണമെന്ന് കോടതി പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാര്യം ചൂരിൽ എപ്പോൾ അധ്യാപകൻ താഴെ വെച്ചോ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കുട്ടികൾക്ക് ഭയമില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളോട് ശാസിക്കുമ്പോഴും വഴക്ക് പറയുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതില്ലാതാകുമ്പോൾ അവർ പറയുന്ന നല്ല കാര്യങ്ങളാണ്. അത് നിങ്ങൾ അല്ലാതെ എൻ്റെ കൂട്ടുകാരി പറഞ്ഞല്ലേ ശരിയെന്ന് ആലോചിക്കരുത്. അപ്പോൾ കൂട്ടുകാരിക്ക് എന്തോ നമ്മൾ കൂട്ടുകാരിക്ക് കാണുമ്പോൾ ബന്ധമല്ലേ ഉള്ളൂ, മറ്റൊരുക്കല്ലേ ബന്ധമുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെ ആലോചിക്കുക. നിങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുവെങ്കിൽ ഈ ലോകത്ത് ജനിക്കാതിരിക്കുന്നൊരു ഭാഗ്യം നിങ്ങൾ കളയുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ വലിയൊരു കണ്ണീരിൻ്റെ വലിയൊരു കുടുക്കെടുത്ത് മാതാപിതാക്കളെ എഴുതിയിട്ടാണ്. അപ്പോൾ അത് സൂയിസൈഡ് ഒരിക്കലും ആരൊക്കെ നിങ്ങളെ എന്തൊക്കെ പ്രേരിപ്പിച്ചിരുന്നാലും മരണമല്ല ഒന്നിനു വഴി. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂട്ടുകാരോട് പറയുക, ടീച്ചേഴ്സിനോട് പറയുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് പറയുക. ഈ നാട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ പ്രശ്നം വരെ പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ എന്തെങ്കിലും കുട്ടിയുടെ പ്രശ്നം. അപ്പോൾ അതൊക്കെ പറഞ്ഞു നിൽക്കാവുന്നേ ഉള്ളൂ. നമുക്ക് സംസാരിക്കാൻ പറ്റണം. സംസാരിക്കാൻ തീരാത്ത പ്രശ്നങ്ങൾ വളരെ വളരെ കുറവാണ്. തീർക്കാൻ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് വളരെ നന്ദി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒത്തിരി നന്ദി. അവർക്കെല്ലാം ഭാവുകങ്ങളും നേരുന്നു. സാറിന് ആദരസൂചകമായി അദ്ദേഹത്തിന് മെമൻറ്റോ സമ്മാനിക്കാൻ